ഞങ്ങൾ തൃശ്ശൂർക്കാർ ഒരു ഭാഗം ആൾക്കാർ വിഷുവിന് വിഷുക്കട്ട വയ്ക്കും. വിഷുക്കഞ്ഞി, വിഷുക്കട്ട, പാച്ചോറ് അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ വിഷുക്കട്ടേന്ന് ഉണ്ടാക്കാട്ടാ. ഞാനത് കാണിച്ചു തരാം. വിഷു ഇപ്പം 2 ആഴ്ചയുള്ള ആവാനായിട്ട്. പക്ഷെ വിഷുവിനൊന്നും ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇട്ട് തരാൻ പറ്റില്ല. അവിടെ തിരക്കാവില്ലേ, പിള്ളേരുകൾ ഓരോരുത്തരൊക്കെ പോകുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ തിരക്കാവും. അപ്പം ഞാൻ വിഷുക്കഞ്ഞി വെക്കാനായിട്ട് വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചരിക്ക് ഉണ്ടാക്കി കാണിച്ചു തരാണ് കേട്ടാ. ഇതന്നെ കാണിച്ചു കൊടുത്താ. വെള്ളം തിളച്ചു കേട്ടാ, അരി ഇടാനുള്ളത്. വെള്ളം തിളച്ചു. ഇനി ആ വെള്ളത്തിൽ നമ്മൾ ഇടാം ജീരകം, നല്ല ജീരകമാണ് കേട്ടാ. അറിയണവര് അത് അറിയണവരുണ്ടാവും കേട്ടാ. പക്ഷെ അറിയാത്തവർക്കാണ് ഞാൻ പറയണേ. ഇനി നല്ല ജീരകം ഇടാണ് കേട്ടാ. നല്ല ജീരകം ഇട്ട് അതിനുള്ളിൽ മൂന്നേ ചോറിനാൻ വന്നിട്ട് എവിടെ നല്ല ജീരകം ഇട്ടു കേട്ടാ. ഇനി നമ്മൾ നല്ല ജീരകം ഇട്ട് അരി കഴുകിടാൻ പോവാട്ടാ. ഉണ്ടാക്കണുള്ള കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങൾ വിഷു 1-ാം തീയതിക്ക് ഈ സംഭവം ഉണ്ടാക്കും. അവളമ്മ വന്നിട്ട് ഉണ്ടാക്കണം എന്നാണ് അവള് പറയുന്നത് കേട്ടാ. സൗമ്യ വന്നിട്ട് ഉണ്ടാക്കണം. സൗമ്യ എന്നാണ് അമ്മയുടെ പേര്. സൗമ്യ വന്നിട്ട് ഉണ്ടാക്കും. വിഷുക്കട്ട ഉണ്ടാക്കും. അവളുടെ അമ്മ വരുമ്പോ ഉണ്ടാക്കണം. അതാണ് അവളാ പറയുന്നതിന്റെ കാരണം. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നു കേട്ടാ. അറിയുന്നവര് കേട്ടാ. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് അത്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ അങ്ങനെ വിഷു കട്ട ഉണ്ടാക്കുള്ളൂ. ചിലവരൊക്കെ പറയണ കേൾക്കാം മധുരട്ടിട്ട് പാച്ചോറ് ഉണ്ടാക്കും. ചിലവർ നാളികേരം ചിരകിയിട്ട് കഞ്ഞിയാക്കി എടുക്കും. ചിലവർ പായസമായിട്ട് ഉണ്ടാക്കും. ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം. അരി ഇടാട്ടാ. പച്ചരി കഴുകി ജീരകവും വെള്ളവും ഇട്ട് അരി കഴുകി ഇടുന്നട്ടാ. മുമ്മാര് വരുന്നുണ്ടാ വേണ്ട സ്പൂണ് നട്ടിട്ടു. മുമ്മൂന് മാമോട് കാട്ടാ. മുമ്മു ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നു. മാമൂന്ന് കാര്യം കേട്ടാ. ആൾക്ക് പയറ് കൂട്ടാ ഇഷ്ടാ. ഉണക്ക പയറ് ഉപ്പേരി വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടാ. മാമു വാരുണ്ണല്ല. സ്പൂൺ കൊണ്ട് അങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇറക്കി വെക്കും. അല്ലെങ്കിൽ പിടിക്കുക. അങ്ങനെ പിടിച്ചിട്ട് കഴിക്കും. കണ്ടാ എല്ലാ കാലത്തെ 2 പറ്റി ചെല്ലുള്ളൂ കേട്ടാ. സൂപ്പറായിട്ട് കണ്ടാ. ഉമ്മൂന്ന് ചോറിനൊക്കെ കുറവാണ്. ഉമ്മ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അംഗനവാടിയെ പോകുമ്പോ ടീച്ചറൊക്കെ കൊടുക്കണ ചോറന്നെ ഉണ്ണോ. ഞങ്ങൾ വിഷുവിനൊക്കെ ഉണ്ടാക്കുമ്പോ നല്ല ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കാട്ടാ. നിങ്ങളത് ഉണ്ടാക്കുമ്പോ ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കി നോക്കിയോളൂ. നല്ലതാ. ഞാനിപ്പോ ഉണ്ടാക്കിയത് റേഷൻ അരിയാണ് കേട്ടാ. ഉപ്പിടാൻ പോവാ. വേവണല്ലോ. വേവട്ടെ കേട്ടാ. അരി വേവണം കേട്ടാ. അരി വേവണല്ലോ. നമുക്ക് വെള്ളം വറ്റിക്കണം. ചിലര് വിഷുവിന് ചക്കയാണ് വറുക്കുക. ചക്ക വറവ് ആണ് കാണിക്കുക. ചിലര് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാം. ഞങ്ങളുടെ തൃശ്ശൂർ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെയാണ് ചെയ്യുക. ഇനിയിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല. ഞങ്ങൾ ചെറുപ്പം മുതലൊക്കെ ഞങ്ങളുടെ അമ്മമാരൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വറ്റി തുടങ്ങിയണ്ട. ഈ ഇതിൽ ചിലര് നാളികേരപ്പാല് പിഴിഞ്ഞ് അതിൽ ചോറ് വേവിക്കും കേട്ടാ. ഞങ്ങൾ നാളികേരം ചിരകിട ചെയ്യാതെ നാളികേരം ചിരകിടുന്നുണ്ട് കേട്ടാ. എന്നിട്ട് വെള്ളം വറ്റിക്കുകയാണ് ചെയ്യുക. മുറത്തില ഇല വിരിച്ച് അതിലാണ് പരത്തുക.
ഇപ്പം ഞാൻ മുറത്തിലൊന്നും നല്ല വെയിറ്റ് ചെയ്യാനുള്ളത് കുറച്ചല്ലേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. അപ്പം ഞാൻ കിണ്ണത്തിൽ തട്ടിൽ വെച്ചിട്ട് കേട്ടോ. ഈ പാകത്തിലെടുക്കണം കണ്ട, ഈ പാകത്തിലെടുക്കണം കേട്ടോ. ഇറക്കണം കണ്ട, ഇങ്ങനെയുള്ള പാകത്തിലെടുക്കണം. ഇതുണ്ടാക്കുമ്പോൾ മാമ്പഴ പുളിശ്ശേരി ഞാൻ വിഷുവിന് എന്തായാലും വിഷുവിന് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണത് കാണിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഭാഗം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി, മാങ്ങക്കറി എന്ന് വെച്ചാൽ തേങ്ങാപ്പാലിൽ മാങ്ങ വയ്ക്കില്ലേ, അങ്ങനത്തെ കറി കേട്ടോ. അത് ഉണ്ടാക്കി പപ്പടം കാച്ചി അങ്ങനെയൊക്കെയാണ് ഇത് കഴിക്കുക കേട്ടോ. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. മാമ്പഴ പുളിശ്ശേരി വിഷുക്കട്ടയും പപ്പടമാണ് ഞാൻ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കണത് കാണിച്ചു തരാൻ എന്താണ് കേട്ടോ. അന്ന് ഞാൻ ഉണ്ടാക്കണത് കാണിക്കാൻ പറ്റില്ല എനിക്ക് ആ നേരത്ത്. അപ്പം നേരത്തെ ഞാൻ കാണിച്ചു തരണ്ട, പരത്തി ഉണ്ടാക്കി. ഇത് ചൂടാറുമ്പോൾ നമ്മൾ മുറിച്ച് അതാണ് വിഷുക്കട്ട എന്ന് പറയുന്നത് കേട്ടോ. ചൂടാറിയിട്ടില്ല കേട്ടാ. അപ്പൂന് പോവാൻ തിരക്കായിട്ടാണ് മുറിക്കുന്നത്. ചൂടാറിയിട്ട് പൊന്നിന് പോവാട്ടാ. മുറിച്ചാ അങ്ങനെ കഷ്ണമായിട്ട് കിട്ടും ചൂടാറുമ്പോൾ കേട്ടാ. ഒരു കുളമാവാതെ ചെയ്യും അപ്പൂൻ്റെ തിരക്ക് കാരണം. അപ്പൂ മണിയറിയാണ്ട് തത്തകത്തിന് പറ്റാട്ടാ. ജീരകം കഴിച്ചു. അപ്പോഴേ എല്ലാവരും ഇതുണ്ടാക്കി നോക്കൂട്ടാ. ഇത് ഉണ്ടാക്കുമ്പോൾ പപ്പടം, മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ മാങ്ങക്കറി അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കണം. നല്ല രസമാട്ടാ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യാത്തത് വിഷുവിന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം എല്ലാവരും നോക്കി നോക്കും.